ഓർക്കിഡിലെ മണമുള്ള ഓർക്കിഡാണ് ഇത്. ഇത് റിംഗോലൈറ്റിസ് അല്ലെങ്കിൽ ഫോക്സ്റ്റൈൽ ഓർക്കിഡ്സ് ഒക്കെ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇതിൻ്റെ പൂ കണ്ടോ, നല്ല നീളത്തിലാണിത് പോകുന്നത്. ഒരുപാട് പൂക്കൾ തരും ഇത്. നമുക്ക് ഈ സീഡ്ലിങ്സിൻ്റെ തന്നെ ഒരു 50-ൽ പരം വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം വാൻഡ ഓർക്കിഡ്സ് ആണ്. ഇതിൻ്റെ ഒരു 10 കളേഴ്സോളം നമുക്കുണ്ട്. ഫോക്സ്റ്റൈൽ ഓർക്കിഡാണ്, റിംഗോലൈറ്റിസ് എന്നൊക്കെ ഇതിനറിയപ്പെടും. ഇത് മരത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന ഓർക്കിഡ്സ് ആണ്. ഞാൻ നിൽക്കുന്നത് എഴുകോണ് തിരുവാതിര ഗാർഡനിലാണ്. ഒരു ചെറിയ 10 മണിയിൽ നിന്ന് തുടങ്ങി ഓർക്കിഡുകളുടെ ഒരു കമനീയ ശേഖരവുമായി നിൽക്കുന്ന ജിജി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കമോൺ. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോഴാണ്. ഇപ്പം നിലവിൽ എത്ര ഓർക്കിഡാണ് ഇവിടെ? നമുക്കൊരു 1000-ൽ പരം വെറൈറ്റി. 1000-ൽ പരം വെറൈറ്റി. അന്നേരം തൈകൾ തന്നെ കാണും. ഓർക്കിഡിന്റെ തൈകൾ തന്നെ ലക്ഷങ്ങൾ പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും 20,000-30,000 തൈകൾ മാത്രമേ. നമുക്ക് പറയാം, വളരെ കുറച്ച് തൈകൾ മാത്രം. ഈ വീട്ടിൽ മുട്ടുസൂചി ഇടാൻ സ്ഥലമില്ല. ആർക്കും എന്തും നേടാം. അതായത് 10 മണിയിൽ നിന്ന് തുടങ്ങി ഇത്രയും കളക്ഷൻസ്. നമുക്കിപ്പം ഏതൊക്കെ വെറൈറ്റി ഓർക്കിഡുകളുണ്ട്? നമുക്ക് ഓർക്കിഡിൻ്റെ തന്നെ വാൻഡ, മുക്കാറ, ഫെലനോപ്സിസ്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് അടീനത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അടീനത്തിൻ്റെ ഒരു 30 വെറൈറ്റീസോളം ഉണ്ട്. വാൻഡ, മുക്കാറ, ഫെലനോപ്സിസിൻ്റെ സീഡ്ലിങ്സിൻ്റെ ഒരു 30 വെറൈറ്റീസോളം നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ വളരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത്. ഒരു പ്ലാന്റിന് 195 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. കേരളത്തിൽ എവിടെ കിട്ടുന്നതിനെക്കാട്ടും വിലക്കുറവ് കൊടുക്കുന്നത് നമുക്ക് അവകാശത്തോടെ പറയാൻ പറ്റും. ഏറ്റവും നല്ല വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത്. സീഡ്ലിങ്സ് ഇതുവരെ 85 ആയിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നത് കുറച്ച് വില കൂടുതലാണ്. അത് 95 രൂപയ്ക്ക്. ഈ ഹൈബ്രിഡ് വെറൈറ്റികൾ അതിന് ഓരോ പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? പുതിയ സാധനങ്ങൾ. അന്നേരം നമ്മുടെ ഈ സാധനം കിട്ടും. അത് നമുക്ക് വേറെ ഈ ഗാർഡനിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഫ്ലവറിംഗ് ഉള്ള ഓർക്കിഡുകൾ കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ വീഡിയോ മില്യനടിച്ച ഫ്ലവറിങ്ങിന്റെ ഷോപ്പിന്റെ ഇനാഗുറേഷൻ. അതെല്ലാം ചെറിയ കാര്യമല്ല. വന്ന് കളക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഓൺലൈനില് ഇന്ത്യയിലെല്ലാം കേരളത്തിലല്ല, ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട്. നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഓർക്കിഡ് വ്യാപാരി തന്നെയാണ് കേട്ടോ. ഒരു വീട്ടമ്മ, ഒരു ചെറിയ വീട്ടമ്മ ഇവിടം വരെയൊക്കെ. അതിന് വളരെയധികം സന്തോഷമുണ്ട്. അതിന് നമുക്ക് ഓർക്കിഡുകളൊക്കെ കാണാം. ഇത് കണ്ടോ, ഇത് വാൻഡ ഓർക്കിഡ്സ് ആണ്. വാൻഡയുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഒരു രണാന്ധ്ര വെറൈറ്റീസാണിത്. രണാന്ധ്രയുടെ കണക്കുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇതിൻ്റെ പൂ കണ്ടോ, നല്ല നീളത്തിലാണിത് പോകുന്നത്. ഒരുപാട് പൂക്കൾ തരും ഇത്. ഇതിൻ്റെ കണ്ട് ഓരോ സ്റ്റെമ്മിൽ ഇതിൻ്റെ ഇടയിലെല്ലാം ബഡ്സ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണിത് കാണാൻ തന്നെ. ഇതെല്ലാം വാൻഡ ഓർക്കിഡ്സ് ആണ്. ഇതിൻ്റെ ഒരു 10 കളേഴ്സോളം നമുക്കുണ്ട്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റാണ്. എല്ലാം ബഡ് വരാറായ പ്ലാന്റാണ് ഇതെല്ലാം. ഇത് കോമ്പാക്റ്റം വെറൈറ്റിയാണ്. കോമ്പാക്റ്റത്തിന് നമുക്കൊരു 5 വെറൈറ്റീസോളം ഉണ്ട്. കോമ്പാക്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലവർ തരുന്നൊരു ചെടിയാണ് കോമ്പാക്റ്റം വെറൈറ്റീസ്. അതിൻ്റെ ഇതെല്ലാം കോമ്പാക്റ്റത്തിൻ്റെ സീഡ്ലിങ്സ് ആണ്. ചെറുതിലേ പൂക്കുന്നൊരു വെറൈറ്റിയാണിത്. ഇത് നമ്മൾ 5 കളറ് 750 രൂപയ്ക്ക് ഒരു കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത്. ഓർക്കിഡിലെ മണമുള്ള ഓർക്കിഡാണ് ഇത്. ഇത് റിംഗോലൈറ്റിസ് അല്ലെങ്കിൽ ഫോക്സ്റ്റൈൽ ഓർക്കിഡ്സ് ഒക്കെ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇത് നമുക്ക് മരത്തിലും അതുപോലെ വുഡ് പീസിലും പിന്നെ ഹാങ് ചെയ്തും ഒക്കെ ഇടാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 850 പിന്നെ ഇതിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജിലെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 750 അതുപോലെ നമുക്ക് ഇതിൻ്റെ എല്ലാം സീഡ്ലിങ്സും അവൈലബിൾ ആണ്. ഇത് മരത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന ഓർക്കിഡ്സ് ആണ്. നല്ലൊരു ഫ്രാഗ്രൻറ്റ് വെറൈറ്റിയാണിത്. ഇത് ആ ഫോക്സ്റ്റൈൽ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് ആണ്. നമുക്കിതിൻ്റെ ഒരു 4 വെറൈറ്റി ഇപ്പം സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. ഇത് നമുക്ക് ഈ ചെറിയ ഈ നെറ്റ് പോട്ടിൽ നിന്നും പെതുക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം വുഡ് പീസിലോ അല്ലെങ്കിൽ മരത്തിലോ ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിന് റൂട്ടിൻ്റെയും ഗ്രോത്തിൻ്റെയും ഫെർട്ടിലൈസർ വീക്കിലി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് വളർന്നു വരും. നമുക്കിപ്പോൾ വലിയ പ്ലാന്റ് എടുക്കണമെന്നില്ല, ചെറിയ പ്ലാന്റ് എടുത്താലും മതി. ഇതിന് ഇത്രയും വില. മറ്റേതിന് നല്ല കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു 4 വെറൈറ്റിയേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ടായി. ഇത് സ്പെഷ്യൽ വെറൈറ്റി ഓർക്കിഡാണ്. ഡെൻഡ്രോബിത്തിൻ്റെ സ്പെഷ്യൽ വെറൈറ്റി ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് സ്വല്പം ചെറുതാണ്. നമ്മുടെ നോർമൽ വെറൈറ്റിയേക്കായി ചെറുതായിരിക്കും സ്പെഷ്യൽ വെറൈറ്റീസിൻ്റെ. ഇത് വിസ പീച്ച് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അതുപോലെ ഇത് ഹവായ് ജം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ സ്പെഷ്യൽ വെറൈറ്റീസാണ്. ഇതിനൊക്കെ ഒരു 2 ഷൂട്ട് 3 ഷൂട്ടൊക്കെ വരത്തുള്ളൂ.
അതേസമയം നോർമൽ വെറൈറ്റിയുടെ സീഡ്ലിങ്സ് നല്ല വലിപ്പമുള്ളതാണ്. ഇതായത് കണ്ടില്ലേ, ഇതൊക്കെ നോർമൽ വെറൈറ്റിയുടെയാണ്. ഇതിനകത്തൊരു 3-5 ഷൂട്ട് വരെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസാണ് 95. ഈ ചെറിയ സീഡ്ലിങ്സിൻ്റെ വരുന്നത് 130 ഇതെല്ലാം ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ആണ്. നമുക്ക് ഈ സീഡ്ലിങ്സിൻ്റെ തന്നെ ഒരു 50-ൽ പരം വെറൈറ്റീസ് ഉണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡ്സിൽ 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ടൈപ്പും സ്പെഷ്യൽ വെറൈറ്റീസും. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. ഇത് നമ്മൾ ഈ പെർ പ്ലാന്റിന് കൊടുക്കുന്ന പ്രൈസ് വെറും 95 രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റ്. ഇതൊരു 3 months നമ്മൾ ഇതിൻ്റെ ഫെർട്ടിലൈസർ, ഇതിൻ്റെ ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസറും പിന്നെ ഈ റൂട്ട് ഹോർമോണും കൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് വീക്കിലി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഇത് ഫ്ലവർ വരും. ഇത് വാൻഡയുടെ സീഡ്ലിങ്സ് ആണ്. ഇത് നമുക്ക് ഇതേപോലെ ചെറിയ നെറ്റ് പോട്ടിൽ പോട്ട് ചെയ്യാം. ചാർക്കോളൊന്നും ഇല്ലാതെ തന്നെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ക്ലിപ്പിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം. ഫ്രീ ആയിട്ട് ഒന്നും വേണ്ട. ഫ്രീ ആയിട്ട് തന്നെ ഇടാം. ഇതിന് പോട്ടിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വെക്കാം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് വുഡ് പീസിലോ അല്ലെ മരത്തിലോ ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ വേറൊരു മരത്തിൽ മാത്രമായിട്ട് തന്നെ പിടിപ്പിക്കാം. അതിൻ്റെ റൂട്ട്സ് ഒക്കെ കണ്ടോ, റൂട്ട്സ് ഒക്കെ നന്നായിട്ട് വളർന്നിരിക്കുന്നതാണ്. നമുക്ക് ഏറ്റവും നല്ലത് ഹാങ് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. ഇതും ഇതേപോലെ തന്നെ മരത്തിലും ഈ ഹാങ് ചെയ്യുന്ന ഇതേപോലൊക്കെ തന്നെ അത് തന്നെ വെറുതെ ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ ചട്ടിയിൽ ആഹാരം വളം വാട്ടർ എന്ന് പറഞ്ഞാൽ 2 നേരം നനച്ചു കൊടുക്കാം. ഈ വേരിലും ഈ ചെടിയിലും മൊത്തത്തിലും പിന്നെ വാട്ടറും അതുപോലെ തന്നെ ഫെർട്ടിലൈസറും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേയിങ് മാത്രമേ ഉള്ളൂ. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ വാൻഡ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പോട്ടിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ പോട്ട് ചെയ്താം. കുറച്ച് ചാർക്കോളും ഓടിൻ്റെ പീസൊക്കെ ഇട്ട് നമുക്ക് ചട്ടിയിൽ പോട്ട് ചെയ്യാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ മരത്തിലൊക്കെ ഇത് സെറ്റ് ചെയ്യാം.